ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ അലീന. അപ്പോൾ ഇന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹമില്ലാത്ത നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അയച്ചു തന്ന കഥയാണ്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ ക്രെഡിറ്റ്സും അദ്ദേഹത്തിന് നൽകണം. ചില വെട്ടിത്തിരുത്തലുകളൊക്കെ സ്റ്റോറിയിൽ വരുത്തിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഇതൊരു ഓണം സ്പെഷ്യൽ സ്റ്റോറിയാണ്. കർക്കിടകം കലി തുള്ളി പെയ്യുകയാണ്. എന്തോ വാശി തീർക്കും പോലാണ് പെയ്ത്ത്. ഇന്നലെ സന്ധ്യയ്ക്ക് തുടങ്ങിയ മഴയാണ്. രാത്രി മുഴുവനും ആർത്തലച്ച് പെയ്യുകയായിരുന്നു. വീടിൻ്റെ കോലായിൽ മഴയിലേക്ക് നോക്കിയിരിക്കുകയാണ് ജയന്തി. വീടിൻ്റെ ചുറ്റുമതിൽ കഴിഞ്ഞാൽ നോക്കെത്താ ദൂരത്തോളം പാടമാണ്. ഇപ്പോഴും നെൽകൃഷി നടത്തുന്ന വയലിൽ ഒരാൾ പൊക്കത്തിൽ വെള്ളം കയറി കിടക്കുകയാണ്. ഇനി ഈ മഴക്കാലം കഴിയാതെ പാടത്ത് നിന്ന് വെള്ളം ഇറങ്ങില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഈർച്ചയും ഞാറുനടലും കൊയ്ത്തും മെതിയുമായി ആകെ ബഹളമാകും. പിന്നെ കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് കുട്ടികളുടെ കളിയാണ്. മഴയിലേക്ക് നോക്കി ജയന്തി ഒന്ന് നെടുവീർപ്പിട്ടു. ഇനി അതൊക്കെ കാണണമെങ്കിൽ ഈ മഴക്കാലം കഴിയണം. അതൊക്കെയാണ് ജയന്തിയുടെ നേരം പോക്ക്. ഈ വലിയ നാൽക്കെട്ടിൽ ജയന്തി ഒറ്റയ്ക്കാണ് താമസം. ഏക മകൾ നീലിമ വിവാഹം കഴിഞ്ഞ് ഭർത്താവിനൊപ്പം വിദേശത്താണ്. ഈ വലിയ വീട്ടിൽ ഒരാൺ തുണയായി നിൽക്കുന്ന ഒരുത്തനെ വേണം മകൾക്ക് ഭർത്താവാൻ നോക്കാൻ എന്നാണ് ജയന്തി കരുതിയിരുന്നത്. എന്നാൽ അതിനു മുന്നേ നീലിമ ഒരുത്തനെ പ്രേമിച്ചു. ഗൾഫിൽ ജോലിയുള്ള ശരത്തിനെ. കേരളത്തിലെ അറിയപ്പെടുന്ന ജ്വല്ലറിയുടെ ബഹ്റൈൻ ഷോറൂമിൻ്റെ മാനേജറാണ് ശരത്ത്. താല്പര്യമില്ലാഞ്ഞിട്ടും ജയന്തി അവരുടെ വിവാഹം ആർഭാടമായി നടത്തി കൊടുത്തു. 3 വർഷമായി നീലിമയുടെ വിവാഹം കഴിഞ്ഞിട്ട്. ഇപ്പോൾ കുട്ടികളൊന്നും വേണ്ട എന്ന തീരുമാനത്തിൽ ഗൾഫിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണവർ. ഇപ്പോൾ 3 തവണ അവർ നാട്ടിൽ വന്നു പോയി. എല്ലാ ഓണത്തിനും കൃത്യമായി അവരെത്തും. ഈ 3 തവണയും ജയന്തിയുടെ കൂടെയാണ് അവർ ഓണം ആഘോഷിച്ചത്. ഇത്തവണയും അവർ വരുന്നുണ്ട്. അതോർത്തതും ജയന്തിക്ക് ആകെ ഒന്ന് കുളിര് കോരി. കഴിഞ്ഞ 1 വർഷമായി ഈ ഓണത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. വീടും പരിസരവും മാത്രമല്ല, ശരീരം വരെ ഒരുക്കി വെച്ച് കാത്തിരിക്കുകയാണ്. ഈ 1 വർഷം തള്ളി നീക്കിയത് എങ്ങനെയെന്നറിയില്ല. 48 വർഷത്തിനിടെ ഒരോണത്തിന് വേണ്ടിയും ഇങ്ങനെ കാത്തിരുന്നിട്ടില്ല. ഈ വരുന്ന ഓണം തനിക്ക് വളരെ സ്പെഷ്യലാണ്. വളരെ വളരെ സ്പെഷ്യൽ. ഈ ഓണമായിരിക്കും ജീവിതത്തിൽ താൻ ആർത്തുല്ലസിച്ച് ആഘോഷിക്കാൻ പോകുന്ന ഓണം. ദൂരെ വിശാലമായി കിടക്കുന്ന പാടത്തേക്ക് കോരിച്ചൊരിയുന്ന മഴയിലേക്ക് നോക്കി ജയന്തി കോലായിലിരുന്നു. കഴിഞ്ഞ 1 വർഷമായി കാമത്താൽ ഉരുകുകയാണ് ജയന്തി. ഭർത്താവ് മരിച്ച് 8 കൊല്ലമായെങ്കിലും ആഗ്രഹങ്ങൾ അടക്കി പിടിച്ചാണ് നടപ്പെങ്കിലും ഈ 1 വർഷം പിടിച്ചു നിൽക്കാനാവാത്ത വിധം ആസക്തിയാണ്. കഴിഞ്ഞ ഓണത്തിന് തുടങ്ങിയതാണിത്. ഈ ഓണം വരെ ശരിക്കും പറഞ്ഞാൽ സ്വപ്നാടത്തിലായിരുന്നു. ചുറ്റുമുള്ളതൊന്നും കാണാനാവാത്ത വിധം കാമാന്ധയായി പോയിരുന്നു ജയന്തി. കർക്കിടകത്തിലെ തോരാമഴയിലും അവൾ വളരെ ആഗ്രഹത്തോടെ കാത്തിരിക്കുകയാണ് ഓണത്തോടൊപ്പം വിരുന്ന് വരുന്ന സ്വർഗീയ സുഖത്തിന് വേണ്ടി. ഇത്തവണ ഓണത്തപ്പനെ അല്ല ജയന്തി കാത്തിരിക്കുന്നത്. 8 വർഷമായി തുറന്നിരിക്കുന്ന തൻ്റെ ആശകൾ അടക്കാൻ വരുന്ന കരുത്തുറ്റ സുമുഖനായ ഒരു പുരുഷനെയാണ്. അത് തൻ്റെ സ്വന്തം മോളുടെ ഭർത്താവാണെന്നത് ജയന്തിയുടെ ആഗ്രഹങ്ങൾ കൂട്ടുകയാണ്. തൻ്റെ മകളുമായുള്ള സ്വകാര്യ നിമിഷങ്ങളുടെ വീഡിയോ തൻ്റെ ആഗ്രഹപ്രകാരം അവൻ തനിക്ക് കാണിച്ചു തന്നതാണ്. സ്വന്തം മകളോട് അസൂയ തനിക്ക് തോന്നാൻ കാരണവും തൻ്റെ സുമുഖനായ മരുമകനാണ്. കഴിഞ്ഞ ഓണത്തിന് അത്തപ്പൂക്കളം ഇടുമ്പോഴാണ് ജയന്തിയുടെ ജീവിതം മാറ്റിമറിച്ച സംഭവം ഉണ്ടാകുന്നത്. നീലിമയും ശരത്തും 2 ദിവസം മുമ്പാണ് എത്തിയത്. നേരെ അവൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ 1 ദിവസം നിന്നാണ് ഓണം ആഘോഷിക്കാൻ അവർ ജയന്തിയുടെ അടുത്തേക്ക് വന്നത്. 4 ദിവസം കഴിഞ്ഞാൽ 2 ആളും ബഹ്റൈനിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. ജയന്തിക്ക് വീട്ടിലേക്ക് ആരെങ്കിലും വരുന്നത് വർഷത്തിലൊരിക്കൽ മകളും മരുമോനും മാത്രമാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം കൃത്യമായി എല്ലാ ഓണത്തിനും അവരെത്തുകയും ചെയ്യും. അവർ വരുന്നത് പ്രമാണിച്ച് എല്ലാ ഒരുക്കങ്ങളും ജയന്തി നടത്തിയിട്ടുണ്ട്.
വീടും പരിസരവും പണിക്കാരെ വെച്ച് വൃത്തിയാക്കി. വീടൊന്ന് പെയിൻ്റടിപ്പിച്ചു. അവർ കിടക്കുന്ന മുറിയിലെ AC മാറ്റി പുതിയത് വെച്ചു. ശരത്തിന് ഇങ്ങോട്ട് വരുന്നത് ഇഷ്ടമാണ്. ടൗണിൽ ജീവിച്ച അവന് ഈ നാട്ടുംപുറവും പഴയ വീടും നോക്കത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന പാടങ്ങളുമെല്ലാം കാണുന്നത് വലിയ ഇഷ്ടമാണ്. അവിടെ കമ്പനി വക ഫ്ലാറ്റിലാണ് നീലിമയും ശരത്തും താമസം. ഭക്ഷണമൊന്നും അവർ അധികം പാകം ചെയ്യാറില്ല, കൂടുതലും പുറത്തുനിന്നാണ്. ഈ ഓണത്തിന് താൻ തന്നെ വിഭവം ഒരുക്കണമെന്ന് നീലിമയ്ക്കൊരാഗ്രഹം. അമ്മ ഇന്ന് അടുക്കളയിൽ കയറിപ്പോകരുതെന്നാണ് അവളുടെ ഓർഡർ. ചോറ് മുതൽ പായസം വരെ അവൾ ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. അടുക്കളയിൽ ചുറ്റിത്തിരിയുന്ന അമ്മയെയും കണവനെയും പുറത്താക്കി അടുക്കള വാതിൽ നീലിമ അകത്തുനിന്ന് അടച്ചു. ഈ വർഷത്തെ ഓണം കുളമായല്ലോ അമ്മേ എന്ന് പറഞ്ഞ് ശരത്ത് മുൻവശത്ത് കോലായിൽ വന്നിരുന്നു. കുട്ടാ, നമുക്കൊന്ന് പൂക്കളം ഇട്ടാലോ? ഉച്ചയാവാതെ അവൾ ഏതായാലും നമ്മളെ അടുക്കളയിലേക്ക് കയറ്റില്ല. അത് തരക്കേടില്ലെന്ന് ശരത്തിനും തോന്നി. കാരണം ഇവിടെ പൂക്കളം ഇടുന്നത് പൂക്കൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടല്ല. ഈ വിശാലമായ തൊടിയിൽ തന്നെയുണ്ട് പല ജാതി ചെടികളും പൂക്കളും. അതിൽ പറിച്ചെടുത്ത് മുറ്റത്ത് പൂക്കളം ഇടുന്നത് ഈ ഓണത്തിന് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു അനുഭവമായിരിക്കും. പിന്നെന്താ അമ്മേ, നമുക്ക് പൂക്കളം ഇടാം. മരുമോൻ്റെ ഉത്സാഹം കണ്ട് ജയന്തിക്ക് സന്തോഷമായി. എന്നാൽ നമുക്ക് പൂവ് പറിച്ചാലോ? ഞാൻ റെഡി. ശരത്ത് ഉത്സാഹത്തോടെ മുറ്റത്തേക്കിറങ്ങി. ജയന്തി പൂ പറിക്കാനുള്ള പാത്രവുമായി തൊടിയിലേക്കിറങ്ങി. അമ്മായിയമ്മയും മരുമോനും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് തൊടിയിലൂടെ നടന്ന് പൂക്കൾ പറിച്ചു. കുറഞ്ഞ നേരം കൊണ്ട് അവൾക്ക് വേണ്ടതിലധികം പൂക്കൾ കിട്ടി. അതുമായി അവർ തിരിച്ചു വന്നു. കുട്ടാ, അമ്മ കുളിച്ചു വരാം, നീയും പോയി കുളിച്ചിട്ട് വാ, അത് കഴിഞ്ഞ് നമുക്ക് പൂക്കളമിടാം. ജയന്തി അവളുടെ മുറിയിലേക്ക് പോയി. ശരത്തും കുളിക്കാനായി പോയി. അരമണിക്കൂറിനുള്ളിൽ തന്നെ രണ്ടാളും കുളി കഴിഞ്ഞെത്തി. ആദ്യം തന്നെ ശരത്ത് കോലുകൊണ്ട് മുറ്റത്തൊരു ചിത്രം വരച്ചു. പിന്നെ രണ്ടാളും ചേർന്ന് അതിൽ പൂക്കളമിട്ട് തുടങ്ങി. ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടായിരുന്നത് കൊണ്ട് നന്നായി തന്നെ അവർ പൂക്കളമിട്ടു. നാട്ടിലെ മഴയെപ്പറ്റിയും ഗൾഫിലെ ചൂടിനെ പറ്റിയും രണ്ടാളും വാ തോരാതെ സംസാരിച്ചു കൊണ്ടാണ് പൂക്കളമിട്ടത്. ശരത്ത് നല്ലൊരു ചെറുപ്പക്കാരനായതിൽ ജയന്തിക്ക് നല്ല സന്തോഷം തോന്നി. നീലിമയ്ക്ക് പറ്റിയ ചെറുക്കനെ അവൾ തന്നെ കണ്ടെത്തിയതിൽ ആദ്യം ഇഷ്ടക്കേടുണ്ടായിരുന്നെങ്കിലും ശരത്തിൻ്റെ നല്ല പെരുമാറ്റം ജയന്തിയെ മാറ്റി ചിന്തിപ്പിച്ചു. ഒരു മകനെ പോലെ ജയന്തി അവനെ സ്നേഹിച്ചു. ശരത്തും സ്വന്തം അമ്മയെപ്പോലെയാണ് ജയന്തിയെ കണ്ടത്. മുറ്റത്ത് മനോഹരമായ വലിയൊരു പൂക്കളം തന്നെ അവരിട്ടു. എന്നിട്ടും പറിച്ച പൂവ് പിന്നെയും ബാക്കിയായി. അമ്മേ, നമുക്ക് ഈ കോലായിൽ ചെറിയൊരു പൂക്കളം കൂടി ഇട്ടാലോ? പൂവ് ബാക്കിയുണ്ടല്ലോ. ശരത്ത് ജയന്തിയോട് ചോദിച്ചു. അതിനെന്താടാ കുട്ടാ, നീ കോലായിലൊരു ചിത്രം വരയ്ക്ക്, അവിടെ വിടാം. ഈ പൂവ് പോരെങ്കിൽ ഇനിയും നമുക്ക് പറിക്കാടാ. ജയന്തി അകത്ത് പോയി ഒരു ചോക്കെടുത്ത് കൊണ്ടുവന്നു. ശരത്ത് ഒരു കഥകളി രൂപമാണ് വരച്ചത്. ചിത്രം വരയ്ക്കാനുള്ള അവൻ്റെ കഴിവിൽ ജയന്തിക്ക് അഭിമാനം തോന്നി. രണ്ടാളും കോലായിലിരുന്ന് കഥകളിത്തലയിൽ പൂവിട്ട് തുടങ്ങി. നേരെ എതിരെയാണ് രണ്ടാളും ഇരിക്കുന്നത്. ഒരു നൈറ്റിയാണ് ജയന്തിയുടെ വേഷം. കുന്തിച്ചുള്ള ഇരുത്തത്തിൽ ജയന്തിയുടെ നൈറ്റിയുടെ ഇറക്കി വെട്ടിയ കഴുത്തിലൂടെ വെളിവാകുന്ന കാഴ്ചകൾ നേരെ എതിരെ ഇരുന്ന ശരത്തിൻ്റെ കണ്ണുകളിൽ ഉടക്കിയെങ്കിലും അതത്ര കാര്യമാക്കിയില്ല. എങ്കിലും പൂക്കളം ഇടുന്നതിനിടയിൽ ഇടയ്ക്കിടെ നോട്ടം പായിക്കുന്നുണ്ടായിരുന്നു. കഥകളി രൂപത്തിൽ പൂവിടുന്നത് അത്ര എളുപ്പമുള്ള പണിയായിരുന്നില്ല. ക്ഷമയോടെ കുറേ നേരം ഇരിക്കണം. ശ്രദ്ധയോടെ പൂവിടുമ്പോഴും ശരത്ത് ഇടയ്ക്കിടെ ജയന്തിയെ നോക്കുന്നുണ്ടായിരുന്നു. ജയന്തി ഒന്നും അറിയാതെ പൂവിടുകയാണ്. കുറേ നേരം ഇരുന്നപ്പോൾ കാല് കഴിച്ച ജയന്തി ഒന്നിളകിയിരുന്നു. നൈറ്റി ഒന്നുകൂടെ ഉയർത്തി വെച്ചാണ് അവൾ ഇരുന്നത്. ജയന്തിയുടെ കാൽമുട്ട് വരെ ശരത്തിനെ കാണാം. നീലിമയേക്കാൾ വെളുപ്പാണ് അവളുടെ അമ്മയ്ക്കെന്ന് അവന് തോന്നി. കുട്ടാ, ഇവിടെ ഈ ചുവന്ന പൂവിട്ടാലോ? ഒരു ഭാഗം തൊട്ട് കാണിച്ച് ജയന്തി ചോദിച്ചു. അപ്പുറത്ത് ആ മഞ്ഞ പൂവിട്ടാൽ മതി. ശരത്തിന് ചെറുതായ ഒരു പരിഭ്രമം തോന്നി. ജയന്തി എന്തൊക്കെയോ പറയുന്നുണ്ട്. ശരത്ത് മറുപടിയും പറയുന്നുണ്ട്.
പക്ഷെ അവനിപ്പോൾ ശരിക്കും നോക്കാൻ തുടങ്ങിയിരുന്നു. ഭാര്യയേക്കാൾ സുന്ദരിയും മതാലസയുമായ അമ്മായിയമ്മയുടെ കൊഴുത്ത ശരീരം കണ്ട് അവന് ആഗ്രഹങ്ങൾ കയറി തുടങ്ങി. താഴോട്ട് നോക്കി പൂവിടുന്ന ജയന്തിയെ അവൻ കോരി കുടിക്കുകയായിരുന്നു. പെട്ടെന്ന് ശരത്തൊന്ന് വിറച്ചു. കയ്യിൽ പിടിച്ച പൂ അവൻ അമർത്തി ഞെരിച്ചു. ഇനി പൂ വേണ്ടി വരുമോ കുട്ടാ? വേണേ ഞാൻ പോയി പറിച്ചുകൊണ്ട് വരാം. തല ഉയർത്താതെ ജയന്തി ചോദിച്ചു. വേണ്ടമ്മേ, ഇത് മതിയാകും. അമ്മ തല ഉയർത്തുന്നില്ലെന്ന് കണ്ട് അമ്മയെ നോക്കിയാണ് ശരത്ത് പറഞ്ഞത്. മറ്റൊരു കണ്ണിൽ ഇതുവരെ ജയന്തിയെ കണ്ടിട്ടില്ലാത്ത ശരത്തിന് ഈ കാഴ്ച ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി. ജൂനിയർ ശരത്ത് സടകുടഞ്ഞെണീറ്റു. അവന് പൂക്കളം ഇടുന്നതിൻ്റെ വേഗം കുറഞ്ഞു. അമ്മായിയമ്മയുടെ അംഗലാവണ്യത്തിലായിരുന്നു അവൻ്റെ ശ്രദ്ധ മുഴുവൻ. ജയന്തി നല്ലൊരു ആറ്റൻ ചരക്കാണെന്ന് ആദ്യമായി ശരത്തിന് തോന്നി. കൊഴുത്ത ശരീരവും കടഞ്ഞെടുത്തതുപോലെയുള്ള വെണ്ണ കാലുകളുമുള്ള ഒരസൽ നെയ്ച്ചരക്ക്. ഈ ചുവന്ന പൂവൂടി ഇട്ടപ്പോൾ നല്ല രസമായി അല്ലേടാ കുട്ടാ? ജയന്തി തല ഉയർത്തിയാണത് പറഞ്ഞത്. ചുവന്ന പൂവ് നല്ല രസമേ. ജയന്തിയുടെ ശരീരത്തിലേക്ക് നോക്കി ശരത്ത് പറഞ്ഞു. അവന് വേറൊന്നിലും ശ്രദ്ധയുണ്ടായിരുന്നില്ല. പൂക്കളം പോലും അവൻ മറന്നിരുന്നു. സുമുഖനും സുന്ദരനുമായ ശരത്ത്, അവൻ്റെ സൗമ്യത നിറഞ്ഞ മുഖത്ത് ഇപ്പോൾ മിന്നി മറഞ്ഞു പോകുന്ന ഭാവങ്ങൾ പഴയകാല നടന്മാരായ KP ഉമ്മറിൻ്റെയും TG രവിയുടെയും ബാലങ്കേ നായരുടെയും ജോസ് പ്രകാശിൻ്റെയും ഒക്കെ മിശ്രിത ഭാവങ്ങളാണ്. മുൻപിലിരുന്ന് പൂക്കളിടുന്ന ജയന്തി ഉണ്ണിമേരിയും. എന്നാൽ ജയന്തി അവനെ ശ്രദ്ധിച്ചു. അവൻ്റെ മുഖഭാവം മാറിയതും അവൾക്ക് മനസ്സിലായി. അവൻ നോക്കുന്നത് പൂക്കളത്തിലേക്കല്ലെന്നും കാണാൻ പാടില്ലാത്തതും എന്നാൽ അവൻ ഏറെ സന്തോഷമുണ്ടാക്കുന്നതുമായ ഒരു കാഴ്ചയിലേക്കാണ് അവൻ നോക്കുന്നതെന്നും ജയന്തിക്ക് അവൻ്റെ മുഖഭാവത്തിൽ നിന്നും മനസ്സിലായി. എന്താണ് ഇത്ര വിശേഷപ്പെട്ട കാഴ്ചയെന്നറിയാൻ അവൾക്ക് ആഗ്രഹമുണ്ടായി. തന്നെയാണ് തൻ്റെ മരുമോൻ ആർത്തിയോടെ നോക്കുന്നതെന്ന് അതിലേറെയാണ് അവളെ ഞെട്ടിച്ചു. അവൻ്റെ മുഖം വല്ലാത്തൊരു തരം ഭാവത്താൽ തുടുത്തതും ജയന്തി അറിഞ്ഞു. അമ്മ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ശരത്തിന് തോന്നി. എങ്കിലും അവിടെ നിന്നവൻ നോട്ടം മാറ്റിയില്ല. താൻ നോക്കുന്നുണ്ടെന്നറിഞ്ഞിട്ടും അമ്മ നൈറ്റി നേരെയിട്ടിരിക്കുന്നില്ലെന്നത് അവൻ അത്ഭുതമായി. തൻ്റെ ദേഹത്തേക്ക് മരുമോൻ ആർത്തിയോടെയാണ് നോക്കുന്നതെന്നറിഞ്ഞ ജയന്തി ഞെട്ടിയെങ്കിലും താൻ എന്താണ് അങ്ങനെ തന്നെ ഇരിക്കുന്നത് എന്ന ആശ്ചര്യത്തോടെ അവൾ ഓർത്തു. ശരത്ത് അമ്മായിയമ്മയുടെ ശരീരത്തിലേക്കും ജയന്തി മരുമോൻ്റെ മുഖത്തേക്കും നോക്കി കുറച്ചു നേരം ഇരുന്നു. തനിക്ക് എന്താണ് പറ്റിയതെന്ന് ജയന്തിക്ക് തന്നെ മനസ്സിലായില്ല. ഇതുവരെ ഒരു ആൺതുണ വേണമെന്ന് തോന്നിയിട്ടില്ല. ശരത്തിനെ പറ്റി ഒരിക്കലും വേറെ രീതിയിൽ ചിന്തിച്ചിട്ടില്ല. മകനെ പോലെയാണ് മകളുടെ ഭർത്താവിനെ ഇതുവരെ കണ്ടത്. സുമുഖനും ആരോഗ്യവാനുമായ ഒത്തൊരു ചെറുപ്പക്കാരനാണ് ശരത്ത്. വേറൊരു ചിന്തയും മനസ്സിലില്ലെങ്കിലും ഒരു ചെറുപ്പക്കാരൻ്റെ നോട്ടം ജയന്തിക്ക് അങ്ങ് സുഖിച്ചു. കുട്ടാ, താക്കീതിൻ്റെ സ്വരത്തിൽ വിളിക്കാനാണ് ജയന്തി ഒരുങ്ങിയതെങ്കിലും അവളുടെ സ്വരം ഒരു ചിണുങ്ങലായി. ശരത്ത് ഞെട്ടി മുഖമുയർത്തി. അവൻ പേടിയോടെ ജയന്തിയെ നോക്കി. എന്നാൽ അവളുടെ മുഖത്ത് കുസൃതിയാണ് അവൻ കണ്ടത്. പൂക്കളം ആകെ ഒന്ന് നോക്കി ജയന്തി ചോദിച്ചു. ആ ചോദ്യത്തിൽ ശരിക്കും ഒരു ദ്വയാർത്ഥം ശരത്തിന് തോന്നി. നന്നായിട്ടുണ്ടമ്മേ. അവൻ ജയന്തിയെ അടിമുടി ഒന്ന് നോക്കി പറഞ്ഞു. രണ്ടാളും പൂക്കൾ വാരി കയ്യിൽ പിടിച്ചിട്ടുണ്ടെങ്കിലും ഇടുന്നില്ല. ചുവന്ന പൂവാണോ കുട്ടനിഷ്ടം? മരുമോനോട് ഇങ്ങനെ സംസാരിക്കാൻ ജയന്തിക്ക് എന്തോ ഒരു രസം തോന്നി. അമ്മായിയമ്മയുടെ അസുഖം മരുമോന് മനസ്സിലായി തുടങ്ങി. ചുവന്ന പൂവാകുമ്പോൾ പൂക്കളത്തിന് ഭംഗി കൂടുമമ്മേ. ജയന്തിയുടെ പെരുമാറ്റത്തിൽ മാറ്റം വന്നു തുടങ്ങിയിരുന്നു. സ്വന്തം അമ്മയും മകനും പോലെ തന്നെയാണ് ഇത്ര നാളും രണ്ടാളും പെരുമാറിയത്. വളരെ മാന്യനായൊരു ചെറുപ്പക്കാരനാണ് ശരത്ത്. തൻ്റെ മോളെ പൊന്നുപോലെയാണ് അവൻ നോക്കുന്നത്. വേറൊരർത്ഥത്തിൽ അവനെ കാണാനോ അവനോട് സംസാരിക്കാനോ പാടില്ല. ജയന്തിക്ക് അവനോട് എന്തെന്ന് പറയാനും മടിയുണ്ടായില്ല. അടുക്കളയിൽ കിടന്ന് വിരകുന്ന നീലിമ ഇപ്പോഴെങ്ങും ഇങ്ങോട്ട് വരില്ലെന്ന ധൈര്യവും ജയന്തിക്കുണ്ടായി.
മരുമോനോടുള്ള സംസാരം കൊഞ്ചിക്കുഴഞ്ഞ രീതിയിലായി. പൂക്കളം ഇടുന്നതിൻ്റെ ഭാഗമായി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ തൻ്റെ മനസ്സിൽ ഉടലെടുക്കുന്ന ആഗ്രഹങ്ങളുടെ സൂചന അവൾ മരുമോനിലേക്ക് ഇട്ടുകൊടുത്തു. ശരത്തും വിട്ടുകൊടുത്തില്ല. സമാന രീതിയിലുള്ള സംസാരത്തിലൂടെ സംഭാഷണം കൊതിപ്പിച്ചു. സംസാരത്തിൻ്റെ മറ നീങ്ങിയെന്ന് രണ്ടാൾക്കും മനസ്സിലായി. ഇതെവിടെ ചെന്ന് നിൽക്കുമെന്നറിയാതെ ജയന്തി പരിധി വിട്ട് ഓരോന്നും പറഞ്ഞു. അവൾക്ക് എന്തെന്നില്ലാത്തൊരു ഉന്മാദം തോന്നി. അമ്മ ശരിക്കും ബുദ്ധിമുട്ടുന്നുണ്ടാവുമല്ലേ അമ്മേ? ഇല്ലടാ, ഇതുവരെ അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ രണ്ടാളും പറയാനുള്ളത് പറഞ്ഞു. തനിക്ക് അമ്മയെ വേണമെന്ന് ശരത്തും എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഒന്ന് തീർത്ത് താടാ എന്ന് ജയന്തിയും പറയാതെ പറഞ്ഞു. കഥകളിത്തല മുഴുവനായും അവർ പൂക്കളമിട്ട് തീർത്തിരുന്നു. അതിനപ്പുറവും ഇപ്പുറവുമാണ് അവർ ഇരിക്കുന്നത്. അമ്മ ഉച്ചയ്ക്ക് സദ്യ കഴിച്ചിട്ട് കിടക്കോ അമ്മേ? എന്തായാലും രണ്ടാളുടെയും മനസ്സിലുള്ള കാര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കി. ഇനി സമയം പാഴാക്കേണ്ട എന്ന് കരുതി ഒരവസരം ഉണ്ടാക്കാനായി ശരത്ത് ചോദിച്ചു. അത് ജയന്തിക്കും മനസ്സിലായി. എന്നും കിടക്കാറുണ്ട്, പക്ഷേ ഇന്ന് പറ്റൂലടാ കുട്ടാ. ഉച്ച കഴിഞ്ഞ് അമ്മാവൻ്റെ വീട് വരെ ഒന്ന് പോകണമെന്ന് മോള് പറഞ്ഞിരുന്നു. കഴിഞ്ഞ തവണ വന്നിട്ട് അങ്ങോട്ടൊന്നും ചെന്നില്ല എന്ന് അമ്മാവൻ പരാതി പറഞ്ഞു. അതമ്മേ, എനിക്ക് സദ്യ കഴിഞ്ഞ് അമ്മയുടെ കൂടെ ഉറങ്ങണമെന്നുണ്ടായിരുന്നു. മരുമോ നേരിട്ട് ചോദിച്ചത് ജയന്തിക്കിഷ്ടായി. രാത്രി അവളെ ഉറക്കി നീ എൻ്റെ മുറിയിലേക്ക് വാ, നമുക്ക് അത്താഴം കഴിഞ്ഞ് കിടന്നുറങ്ങാം. ജയന്തിക്ക് ആസക്തി കയറി എന്തൊക്കെയാണ് പറയേണ്ടതെന്നറിയില്ല. ഇന്ന് തകർക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു. അത് മകളെ കൊന്നിട്ടായാലും ശരി. അത് ജയന്തി ഉറപ്പിച്ചിരുന്നു. ഈ ഓണം തനിക്ക് മഹോത്സവമാക്കണം. ശരത്തിന് സഹിക്കുന്നുണ്ടായിരുന്നില്ല. ഇന്ന് രാത്രി നീലിമയെ ഉറക്കിക്കിടത്തി ജയന്തിയുമായി ഓണം ആഘോഷിക്കാൻ അവനും തീരുമാനിച്ചു. എന്നാൽ അന്ന് രാത്രി ഒന്നും സംഭവിച്ചില്ല. ശരത്ത് വരുന്നതോർത്ത് ജയന്തി കുളിര് കോരിയിരുന്നു. ആ രാത്രി ജയന്തിക്ക് ഭീകര രാത്രിയായിരുന്നു. ഒരാണവാണം വേണമെന്ന് തോന്നിയിട്ടില്ലാത്ത അവൾക്ക് ആ രാത്രി പിടിച്ചു നിൽക്കാനായില്ല. ഇന്നെന്തായാലും തൻ്റെ ആഗ്രഹങ്ങൾ ക്ഷമിക്കുമെന്നുറപ്പിച്ചതാണ്. അത് നടക്കില്ലെന്നറിഞ്ഞപ്പോൾ അവൾക്ക് ഭ്രാന്തായി. എന്തൊക്കെയോ അവൾ ചെയ്തു കൂട്ടി. അമ്മാവൻ്റെ വീട്ടിൽ പോയി വന്നതും ശരത്തിനൊരു ഫോൺ വന്നു. അവൻ്റെ ചേട്ടൻ അറ്റാക്ക് വന്ന് അഡ്മിറ്റാണ്. ഇന്ന് തന്നെ ഓപ്പറേഷൻ വേണം. പോകാതിരിക്കാനാവില്ലായിരുന്നു. ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ച ശരത്തിനെ നോക്കി വളർത്തിയത് ഈ ചേട്ടനാണ്. ജയന്തിയോടൊന്ന് സംസാരിക്കാൻ പോലും പറ്റാതെ ശരത്ത് നീലിമയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയി. പിന്നെ 4 ദിവസവും അവൻ ഹോസ്പിറ്റലിലായിരുന്നു. പിറ്റേന്ന് അവർക്ക് ബഹ്റൈനിലേക്ക് മടങ്ങിപ്പോവുകയും വേണം. മടങ്ങിപ്പോകുന്നതിൻ്റെ തലേന്ന് രാത്രിയാണ് പിന്നെ അവർ ജയന്തിയുടെ വീട്ടിലേക്ക് വന്നത്. അതും അവരുടെ സാധനങ്ങൾ എടുക്കാൻ. ഇനിയൊന്നും നടക്കില്ലെന്നറിഞ്ഞ ജയന്തിക്ക് നിരാശ താങ്ങാനായില്ല. ഇനി ശരത്ത് തിരിച്ചു വരണമെങ്കിൽ 1 വർഷം കഴിയണം. അടങ്ങി ജീവിച്ച തന്നെ പറഞ്ഞ് പൂതി കയറ്റിയിട്ട് ഒന്ന് തൊട്ടുപോലും നോക്കാതെ അവൻ മടങ്ങിപ്പോകുന്നത് ജയന്തിക്ക് സഹിക്കാനായില്ല. നീലിമ സാധനങ്ങളെല്ലാം ബാഗിലാക്കുന്ന തിരക്കിലാണ്. അതിനിടയിൽ ഒരു അവസരത്തിനായി ജയന്തിയും ശരത്തും പഠിച്ച പണി 18 നോക്കി. ചെറിയ രീതിയിലെങ്കിലും എന്തേലും ഒരു അവസരം കിട്ടിയിരുന്നേൽ പോലും തൽക്കാലം ഒരു ആശ്വാസമായേനെ എന്നോർത്ത് ശരത്ത് കഴുകനെ പോലെ ചുറ്റിക്കറങ്ങി. നടന്നില്ല. അമ്മയുടെ വീർത്ത് കെട്ടിയ മുഖം നീലിമ ശ്രദ്ധിച്ചെങ്കിലും അത് താൻ പോകുന്നതിലെ സങ്കടം കൊണ്ടായിരിക്കും എന്നാണ് അവൾ കരുതിയത്. അല്ലെങ്കിലും താൻ ഇറങ്ങുമ്പോൾ അമ്മയ്ക്ക് കെട്ടിപ്പിടിച്ചൊരു കരച്ചിലുണ്ട്. കഴിഞ്ഞ തവണ ശരത്തേട്ടനെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞിരുന്നു. ഏട്ടാ, അമ്മ ഇന്ന് നേരത്തെ കരയാൻ തുടങ്ങിയെന്നാണ് തോന്നുന്നത്. കണ്ടില്ലേ, മുഖമൊക്കെ ഇപ്പം തന്നെ വീർത്ത് കെട്ടി. ജയന്തിയുടെ ഭാവം കണ്ട് നീലിമ കളിയാക്കി. സാരമില്ലമ്മേ, 1 വർഷം പെട്ടെന്നങ്ങ് പോകില്ലേ. അടുത്ത ഓണത്തിന് 1 മാസം നിന്നേ ഞങ്ങൾ പോകൂ. ശരിക്കും ആഘോഷിക്കണം നമുക്ക്. പോകാതെ പറ്റില്ലല്ലോ കൂട്ടാ. ശരിക്കൊന്നും കണ്ടത് കൂടിയില്ല. നഷ്ടബോധം തുളുമ്പിയ മുഖത്തോടെ ജയന്തി പറഞ്ഞൊപ്പിച്ചു.
എന്ത് ചെയ്യാനാ അമ്മേ, 4 ദിവസവും ഹോസ്പിറ്റലിലായി പോയില്ലേ. എനിക്കും ശരിക്ക് കാണാൻ പറ്റിയില്ലല്ലോ. മതി, ഇനി ശരിക്ക് കാണലൊക്കെ അടുത്ത വർഷം. ഏട്ടാ, ഈ ബാഗൊക്കെ എടുത്ത് വണ്ടിയിൽ വെക്ക്, ഞാനൊന്ന് മൂത്രമൊഴിച്ചു വരാം. നീലിമ എണീറ്റ് ബാത്റൂമിലേക്ക് നടന്നു. ജയന്തി കാമത്തി പാർന്ന കണ്ണുകളോടെ ശരത്തിനെ നോക്കി. നീലിമ ബാത്റൂമിൽ കയറി വാതിലടച്ചതും ജയന്തി ശരത്തിൻ്റെ കൈയും പിടിച്ച് അവളുടെ മുറിയിലേക്ക് ഓടുകയായിരുന്നു. മുറിയിലെത്തിയതും പരസ്പരം കെട്ടിപ്പുണർന്നു മുഖത്തോട് മുഖം നോക്കി. ജയന്തിയുടെ മുഖത്ത് ഒരു തരം ദയനീയത തങ്ങി നിന്നു. കുട്ടാ, വിറയലോടെ ജയന്തി വിളിച്ചു. ആ വിളിയുടെ അർത്ഥം മനസ്സിലായെങ്കിലും ശരത്ത് നിസ്സഹായനായിരുന്നു. എനിക്കും ആഗ്രഹമുണ്ടമ്മേ, പക്ഷേ നമുക്ക് സമയമില്ലല്ലോ. അവൾ ഇപ്പോൾ വരും. ജയന്തിക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ ഒരു നിവൃത്തിയുമില്ലെന്ന് നിരാശയോടെ അവൾ മനസ്സിലാക്കി. അമ്മ വിഷമിക്കണ്ട, 1 മാസം കഴിഞ്ഞ് ഒരു ലീവ് കിട്ടുമോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അമ്മയെ കാണാൻ മാത്രം ഞാൻ വരും. ജയന്തിക്ക് തലയാട്ടാനേ പറ്റിയുള്ളൂ. ഒന്നും മിണ്ടാതെ അവൾ ശരത്തിൻ്റെ കൈയും പിടിച്ച് മുറിക്ക് പുറത്തിറങ്ങി. നീലിമ ബാത്റൂമിൽ നിന്നിറങ്ങുന്നതിന് മുമ്പ് തന്നെ രണ്ടാളും കൂടി ബാഗെല്ലാം കാറിലേക്ക് വെച്ചു. നീലിമ ഇറങ്ങി വന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു. കഴപ്പ് നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് തന്നെ നോക്കുന്ന അമ്മയെ ഒന്ന് കെട്ടിപ്പിടിക്കാതിരിക്കാൻ ശരത്തിനും പറ്റിയില്ല. അവൻ ജയന്തിയെ കെട്ടിപ്പിടിച്ചു. സമയം കഴിയുന്നു. നീലിമയുടെ അലർട്ട് കേട്ട് ചെറിയൊരു മുരളലോടെ അവൾ അടർന്നു മാറി. കിതച്ചുകൊണ്ട് അവൾ ശരത്തിനെ നോക്കി. ശരത്ത് ഒന്നും മിണ്ടാതെ കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞ് കാറിൽ കയറി. കാറ് സ്റ്റാർട്ടായി മുന്നോട്ട് നീങ്ങിയതും ജയന്തി വാതിലടച്ച് കുറ്റിയിട്ടു. അടഞ്ഞ വാതിലിൽ ചാരി നിന്നവൾ പൊട്ടിക്കരഞ്ഞു. അത് മകളും മരുമോനും പോയതിലുള്ള സങ്കടമായിരുന്നില്ല, പടിവാതിൽ വരെ എത്തി കലമുടഞ്ഞു പോയതിലുള്ള സങ്കടം. ഓരോന്ന് തോന്നി അത് സഹിക്കാനാവാതെ തൻ്റെ ബോധം പോകുമെന്ന് പോലും ജയന്തിക്ക് തോന്നി. അവിടെ നിന്ന് വാവിട്ട് കരഞ്ഞുകൊണ്ട് ഭ്രാന്തിയെപ്പോലെ എന്തൊക്കെയോ ചെയ്തു കൂട്ടി. അമ്മയുടെ ആഗ്രഹങ്ങൾ തീർക്കാതെ പോയില്ലേടാ നീ. ഇനി എന്നാടാ കുട്ടാ നിന്നെ എനിക്ക് കിട്ടുക? അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല കണ്ണാ. നിന്നെ അമ്മയ്ക്ക് വേണം കുട്ടാ, ഇപ്പോൾ വേണം. പൊട്ടിക്കരഞ്ഞും പദം പറഞ്ഞും സീൽക്കാരമിട്ടും തറയോട് പാകിയ നിലത്ത് കിടന്നുരുണ്ടു. അവൾ എപ്പോഴും തേങ്ങി കരയുന്നുണ്ടായിരുന്നു. ഇതുവരെ ഒരുത്തനെയും വേണമെന്ന് തോന്നിയിട്ടില്ല. പക്ഷേ ഇനി അതില്ലാതെ വയ്യ. ഏതെങ്കിലും ഒരുത്തനെ അല്ല, തൻ്റെ മരുമോനെ തന്നെ വേണം. വരുത്തണം, ഉടനെ തന്നെ അവനെ വിളിച്ചു വരുത്തണം. താൻ വിളിച്ച് അവൻ പറന്നു വരും. താൻ കാത്തിരിക്കും. ആ തറയിൽ പുഴുവിനെ പോലെ അവൾ കിടന്നു പുളഞ്ഞു. കുറേ നേരം ജയന്തി ആ തണുത്ത തറയിൽ കിടന്നു. ശരത്തിനെ എങ്ങനെ ഇവിടെ എത്തിക്കുമെന്നാണ് അവൾ ചിന്തിച്ചത്. തനിക്ക് ഉറങ്ങാനാവുന്നില്ല. ഒരു ടിക്കറ്റ് എടുത്ത് അവൻ്റെ അടുത്തേക്ക് പറക്കാൻ പോലും ജയന്തി ആലോചിച്ചു. ജയന്തി തറയിൽ നിന്ന് എണീറ്റ് ബാത്റൂമിലേക്ക് പോയി. ബാത്റൂമിൽ കയറി മേല് കഴുകി ശേഷം ബെഡിലേക്ക് വീണു. അവൾ ശരത്തിനെയും ഓർത്ത് കിടന്നു. തൻ്റെ മോൾ എന്ത് ഭാഗ്യവതിയാണ്. ഓരോന്നോർത്ത് വിട്ടുമാറാത്ത ആഗ്രഹത്തോടെയാണ് അവൾ ഉറങ്ങിയത്. കാലങ്ങൾക്ക് ശേഷം ഉറക്കത്തിൽ ജയന്തി സുന്ദര സ്വപ്നങ്ങൾ കണ്ടു. മൊബൈൽ ബെല്ലടിക്കുന്നത് കേട്ടാണ് ജയന്തി ഞെട്ടി ഉണർന്നത്. മേശപ്പുറത്ത് വെച്ച മൊബൈൽ അവൾ കൈ നീട്ടിയെടുത്തു. ഡിസ്പ്ലേയിൽ തെളിഞ്ഞ പേര് കണ്ട് അവളുടെ കണ്ണുകൾ തിളങ്ങി. കുട്ടാ, വല്ലാത്ത തരം രീതിയിൽ വിറച്ചിരുന്നു ജയന്തിയുടെ സ്വരം. അമ്മേ, ഉറങ്ങിയില്ലേ? ഉറങ്ങിയതാ കുട്ടാ. നീ ഇപ്പോൾ എവിടെയാ? എയർപോർട്ടിലാ അമ്മേ. ബോർഡിംഗ് പാസ് എടുത്ത് കാത്തിരിക്കുക. ഇനി 2 മണിക്കൂർ ഇവിടെ ഇരിക്കണം. നീലു, അവളെവിടെ കുട്ടാ? അവൾ ഇവിടെ ഇരുന്ന് ഉറങ്ങിയ അമ്മേ. എന്തിനാ എൻ്റെ കുട്ടൻ വിളിച്ചേ? ഒന്നുമില്ല, അമ്മയെ ഒന്ന് വിളിക്കണമെന്ന് തോന്നി. അമ്മയ്ക്ക് വിഷമമായല്ലേ? ശരിക്കും വിഷമായി. കുട്ടാ, നീ എന്നെ മറക്കോടാ ചക്കരെ. അമ്മയെ മറക്കാനോ? പെട്ടെന്ന് ഞാൻ തിരിച്ചു വരും, എൻ്റെ അമ്മയെ കാണാനായി മാത്രം. ഞാൻ കാത്തിരിക്കും. എന്നും അമ്മേനെ വിളിക്കണേടേ കണ്ണാ. ഭാര്യ ഭർത്താവിനോട് പറയും പോലെയാണ് ജയന്തി പറഞ്ഞത്.
വിളിക്കും അമ്മേ, എന്നും വിളിക്കും. ഇവിടെ എത്തിയ അപ്പം തന്നെ ഞാൻ ലീവിന് ശ്രമിക്കാം. ഒരാഴ്ചയെങ്കിലും അമ്മയുടെ കൂടെ എനിക്ക് നിൽക്കണം. എന്തിനാടാ കുട്ടാ? കൊഞ്ചിക്കൊണ്ട് അവൾ ചോദിച്ചു. അവൻ്റെ വായിൽ നിന്ന് ചിലതൊക്കെ കേൾക്കാൻ കൊതിച്ചായിരുന്നു ആ ചോദ്യം. അമ്മേ, ഞാനിനി പിന്നെ വിളിച്ചാൽ മതിയോ? നീലു ഉണർന്നെന്നെ നോക്കുന്നുണ്ട്. ജയന്തിക്ക് സ്വന്തം മോളോട് ദേഷ്യം തോന്നി. അവൾക്കുണരാൻ കണ്ട സമയം. കാമുകനോട് സംസാരിച്ച് രസം പിടിച്ച് വരികയായിരുന്നു. അവിടെ എത്തിയാൽ വിളിക്കണേടാ കണ്ണ. വിളിക്കാം അമ്മേ. പിന്നെ ലീവിൻ്റെ കാര്യം പെട്ടെന്ന് ശരിയാക്കണം കുട്ടാ. അമ്മ കാത്തിരിക്കും. അമ്മ കാത്തിരുന്നോ, ഞാൻ പെട്ടെന്ന് പറന്നു വരും. ഫോൺ വെച്ച് ഒരുപാട് സ്വപ്നം നെയ്തുകൂട്ടിയാണ് ജയന്തി വീണ്ടും ഉറങ്ങിയത്. രാത്രി 9 മണി വരെയാണ് ശരത്തിന് ഡ്യൂട്ടി. ജോലിസ്ഥലത്ത് നിന്ന് ഫ്ലാറ്റിലേക്ക് ഒറ്റയ്ക്ക് കാറോടിച്ചാണ് അവൻ പോകുന്നത്. ഇപ്പോൾ വഴിയരികിൽ കാറ് നിർത്തി അരമണിക്കൂറെങ്കിലും ജയന്തിയെ വിളിച്ച് സംസാരിച്ചിട്ടാണ് അവൻ ഫ്ലാറ്റിലേക്ക് പോവാറ്. അവൻ്റെ വിളിയും കാത്ത് ജയന്തി ബെഡിൽ കിടക്കും. ഏത് പെണ്ണിനെയും പൂർണ്ണമായും സംതൃപ്തിപ്പെടുത്തുന്ന സംസാരമാണ് ശരത്തിൻ്റെ. അവനോട് കുറുകിക്കിടക്കാൻ ജയന്തിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. നാളിതുവരെ അനുഭവിക്കാത്ത ഒരു തരം സുഖം. സംസാരം കഴിയുമ്പോഴേക്ക് പലതവണ ജയന്തി ഉന്മാദ പരകോടിയിലെത്തും. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ശരത്ത് എത്ര ശ്രമിച്ചിട്ടും അവന് ലീവ് കിട്ടിയില്ല. 1 മാസം കഴിഞ്ഞ് അവൻ വരുമെന്ന് പറഞ്ഞ് ജയന്തി കാത്തിരുന്നത് വെറുതെയായി. ബഹ്റൈനിൽ തന്നെ അവൻ്റെ മുതലാളിമാർ ഒരു ഷോറൂം കൂടി തുറക്കുന്നുണ്ട്. അവിടെ വർക്ക് നടക്കുന്നത് കൊണ്ട് ഇപ്പോൾ കടയുടെ മുഴുവൻ ചുമതലയും അവനാണ്. വർക്ക് പ്രഷർ നന്നായിട്ടുണ്ട്. അതുമല്ല, പുതുതായി തുടങ്ങുന്ന ഷോറൂമിൽ നീലിമയ്ക്ക് അക്കൗണ്ടൻ്റായി ജോലിയും പറഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാം ഇട്ടെറിഞ്ഞു പോരാനാവില്ല. ജയന്തിയോട് പറഞ്ഞപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലായെങ്കിലും അവളുടെ ആഗ്രഹങ്ങൾ നിറഞ്ഞ മറ്റൊരു ജയന്തിക്ക് അത് മനസ്സിലാക്കാനായില്ല. അവളെ ഉറങ്ങാൻ പോലും സമ്മതിക്കാതെ അവളുടെ അടങ്ങാത്ത ആഗ്രഹങ്ങൾ അവളെ വേട്ടയാടി. അമ്മായിയമ്മയോട് ഫോൺ ചെയ്ത് ദിവസവും ശരത്ത് സന്തോഷിപ്പിക്കുമെങ്കിലും അതിലൊന്നും ജയന്തി അടങ്ങിയില്ല. എങ്കിലും അവൾ ക്ഷമയോടെ കാത്തിരുന്നു. ഒരവസരം കിട്ടിയാൽ അവൻ പറന്നു വരുമെന്ന് അവൾക്കറിയാം. പിന്നെയും മാസങ്ങൾ കടന്നുപോയി. ഇപ്പോൾ സ്ഥിരമായി രണ്ടാളും വീഡിയോ കോളാണ് ചെയ്യുന്നത്. ശരത്തിൻ്റെ നിർദ്ദേശപ്രകാരം ജയന്തി ശരീരം ശ്രദ്ധിക്കാൻ തുടങ്ങി. ചെയ്യേണ്ട വ്യായാമവും കഴിക്കേണ്ട ഭക്ഷണവും വരെ ശരത്ത് പറയും പോലെ ജയന്തി ചെയ്തു. അവളുടെ ദിനചര്യകൾ പോലും അവൻ്റെ നിർദ്ദേശപ്രകാരമായി. അതിൻ്റെ മാറ്റം അവളിൽ കണ്ടു തുടങ്ങി. വേണ്ടതെല്ലാം കൃത്യമായ അളവിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇടിവെട്ട് ചരക്കായി ജയന്തി മാറി. അവളുടെ വസ്ത്രധാരണ രീതി വരെ ശരത്ത് മാറ്റിയെടുത്തു. അവൻ പറയുന്നതെല്ലാം അക്ഷരം പ്രതി ജയന്തി അനുസരിച്ചു. വീണ്ടും അവളുടെ ആഗ്രഹങ്ങളെ മൂർധന്യാവസ്ഥയിൽ ഏറ്റിക്കൊണ്ടാണ് ശരത്ത് ഒരു വീഡിയോ അവൾക്ക് അയച്ചു കൊടുത്തത്. നീലിമയുമായുള്ള സ്വകാര്യ നിമിഷങ്ങളുടെ വീഡിയോ. അതുകൂടി കണ്ടതോടെ അവൾക്ക് നിക്കക്കള്ളിയില്ലാതെയായി. ജയന്തി കാത്തിരുന്നു മരുമോൻ്റെ വരവിനായി. ഇപ്പോൾ ഏകദേശം 10 മാസമായി ശരത്ത് പോയിട്ട്. ഇനി പ്രതീക്ഷ ഓണമാണ്. ഓണത്തിന് അവർ വരാതിരിക്കില്ല. നീലുവിനെയും കൂട്ടി എന്തായാലും തൻ്റെ കുട്ടം വരും. അവന് വരാതിരിക്കാനാവില്ല. പതിവ് പോലെ ശരത്തിൻ്റെ വിളിയും കാത്ത് ബെഡിൽ കിടക്കുകയാണ് ജയന്തി. വീഡിയോ കോൾ പ്രതീക്ഷിച്ച് കിടന്ന ജയന്തിയെ നിരാശപ്പെടുത്തിക്കൊണ്ട് ശരത്തിൻ്റെ കോളാണ് വന്നത്. അവൾക്ക് വിശ്വസിക്കാനാവാത്ത ഒരു വാർത്തയാണ് ശരത്തിന് പറയാനുണ്ടായിരുന്നത്. തീർത്തും അപ്രതീക്ഷിതമായ വാർത്ത. അത് കേട്ട ജയന്തിയുടെ ഉടലാകെ വിറച്ചുപോയി. ഈ വരുന്ന ഓണത്തിന് ശരത്ത് വരുന്നു. അതും ഒറ്റയ്ക്ക്, നീലിമയില്ലാതെ, തന്നെ കാണാനായി മാത്രം ഒരാഴ്ചയ്ക്ക്. ജയന്തിക്ക് കരയണോ ചിരിക്കണോ എന്ന് മനസ്സിലായില്ല. പുതിയ ഷോറൂമിൽ അക്കൗണ്ടൻ്റായി കയറിയ നീലിമയ്ക്ക് ഈ വർഷം ലീവില്ല. അവൾ തന്നെയാണ് ശരത്തിനെ നിർബന്ധിച്ച് അമ്മയോടൊപ്പം ഓണം കൂടാൻ പറഞ്ഞയക്കുന്നത്. മനസ്സില്ലാ മനസ്സോടെ എന്ന വണ്ണമാണ് ശരത്ത് ഒരുവിധം സമ്മതിച്ചത്. അവന് വേണേൽ 1 മാസത്തെ ലീവ് കിട്ടും. നീലിമയെ ബോധിപ്പിക്കാനായി അവളുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരാഴ്ച വേണേ പോയി നിൽക്കാം എന്നവൻ സമ്മതിച്ചു. അവൻ്റെ സ്വന്തം വീട്ടിൽ ഒരു ദിവസം ഒന്ന് പോയി വന്നാൽ മതിയെന്നും ഒരാഴ്ചയും തൻ്റെ അമ്മയോടൊപ്പം തന്നെ നിൽക്കണമെന്നും നീലിമ ശരത്തിനെ നിർബന്ധിച്ചു.
ശരത്ത് പറഞ്ഞത് കേട്ട് ജയന്തിക്ക് പിടിച്ചു നിൽക്കാനാവാത്ത അവസ്ഥയായി. ഒരാഴ്ച താനും കുട്ടനും ഒറ്റയ്ക്ക് ഈ വീട്ടിൽ. അത് ചിന്തിക്കാൻ പോലും അവൾക്കായില്ല. പകല് പോലും ഒരാളും ഈ വീട്ടിലേക്ക് വരാറില്ല. രാവും പകലും ഒരുപോലെ ആർമാദിക്കാം. ഇനി ഒരു മാസം, ഈ ഒരു മാസത്തിനകം തനിക്ക് ഓരോ ആഗ്രഹങ്ങൾ കയറി എന്തേലും സംഭവിക്കുമോ എന്ന് പോലും ജയന്തി ഭയന്നു. പിന്നെ അതിനുള്ള കാത്തിരിപ്പായി. ശരീരവും മനസ്സും മരുമോന് സമർപ്പിക്കാനായി ആർത്തിയോടെ അവൾ കാത്തിരുന്നു. കർക്കിടകത്തിലെ കരുതുള്ളി പെയ്ത്തുകൊണ്ട് കോലായിലെ ചാരികസേരയിൽ ഇരിക്കുകയാണ് ജയന്തി. ദൂരെ വിശാലമായി കിടക്കുന്ന പാടശേഖരങ്ങളിലും തകർത്ത് മഴ പെയ്യുന്നുണ്ട്. ഇടയ്ക്ക് വരുന്ന തണുത്ത കാറ്റിൽ ജയന്തിക്ക് കുളിര് കോരി. തൻ്റെ കുളിര് മാറ്റാനുള്ളവൻ പറന്നെത്താൻ ഇനി അധികം ദിവസമില്ല. ഒരാഴ്ച രണ്ടാളും ഒറ്റയ്ക്ക് ഈ വീട്ടിൽ. നീലുവും കൂടെ ഉണ്ടാവുമെന്നും അവളുടെ കണ്ണ് വെട്ടിച്ച് തൽക്കാലം എന്തേലും ഒപ്പിക്കാമെന്നുമാണ് വിചാരിച്ചിരുന്നത്. ഇതിപ്പോൾ ഒരു പൂവ് ചോദിച്ചപ്പോൾ ഒരു പൂന്തോട്ടം തന്നെ കിട്ടിയ പോലെയായി. ഒരാഴ്ച. ആ ഒരാഴ്ചയും അവനെ താൻ നിലത്ത് നിർത്തില്ല. ഇങ്ങ് വരട്ടെ കള്ളൻ. ഒരു വർഷമായുള്ള കാത്തിരിപ്പാണ്. അത് തകർത്ത് തന്നെ ആഘോഷിക്കണം. പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി. നാളെ ചിങ്ങമാസം തുടങ്ങുകയാണ്. ഇനി അധികം ദിവസങ്ങളില്ല. കർക്കിടകത്തിലെ കലതുള്ളി പെയ്യൽ അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ ചാറ്റൽ മഴയാണ്. എപ്പോഴും മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. ഈ കാലാവസ്ഥ തൻ്റെ ആശകൾ വല്ലാതെ ഏറ്റുന്നുണ്ടെന്ന് ജയന്തിക്ക് തോന്നി. അന്ന് രാത്രി ശരത്ത് വിളിച്ചാണ് അവൻ വരുന്ന ദിവസം പറഞ്ഞത്. തിരുവോണത്തിന് 4 ദിവസം മുമ്പ് അവൻ എത്തും. തിരുവോണവും കഴിഞ്ഞ് പിന്നെയും 2 ദിവസം കഴിഞ്ഞാണ് അവൻ മടങ്ങുക. മൊത്തം 7 ദിവസം അവൻ ഇവിടെ ഉണ്ടാവും. ജയന്തി കലണ്ടർ എടുത്ത് നോക്കി. ഇനി 5 ദിവസം. 6-ാം ദിവസം കുട്ടൻ ഇവിടെ ഉണ്ടാവും. അതോർത്തതും അവളുടെ മനസ്സിൽ പൂനിലാമഴ പെയ്തു. നീലുവിന് സംശയമൊന്നുമില്ലല്ലോ കുട്ടാ? ഇല്ലമ്മേ, ഞാൻ അമ്മയോടൊപ്പം ഓണം കൂടണമെന്ന് അവൾക്കാ നിർബന്ധം. അവൾക്ക് വേണ്ടതൊക്കെ കൊടുത്ത് എൻ്റെ കുട്ടൻ പെട്ടെന്നിങ്ങി വാ. അതാ അമ്മേ രസം. ജോലി കിട്ടിക്കഴിഞ്ഞ് അവൾ എന്നെ അടുപ്പിക്കുന്നില്ല. ഇപ്പോൾ ജോലിയെപ്പറ്റി പറയാനേ അവൾക്ക് നേരമുള്ളൂ. അമ്മയുടെ മോൾക്ക് ഇച്ചിരി അഹങ്കാരം കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ കുറച്ച് ദിവസമായി പട്ടിണിയാണോ എൻ്റെ മോൻ? അവളോട് പോകാൻ പറയടാ. നീ വാ, അമ്മയുടെ അടുത്തേക്ക് വാ. ഒരു നേരം പോലും നിന്നെ ഞാൻ പട്ടിണിക്കിടില്ല. പിന്നമ്മേ, ചിലപ്പോൾ ഇനി വിളിക്കാൻ പറ്റിയെന്ന് വരില്ല. കുറച്ച് ജോലി തിരക്കുണ്ട്. എന്താ എൻ്റെ അമ്മയ്ക്ക് ഞാൻ കൊണ്ടുവരണ്ടേ? ഒന്നും വേണ്ട, എൻ്റെ പൊന്നിങ്ങി വന്നാൽ മതി. എന്നാൽ ശരിയമ്മേ, ഞാനിനി എയർപോർട്ടിൽ ഇറങ്ങിയിട്ടേ വിളിക്കൂ. ശരി കുട്ടാ. ഉമ്മ. ഇന്ന് രാത്രി ജയന്തിക്ക് ഉറക്കമില്ല. നാളെയാണ് കുട്ടൻ വരുന്നത്. പിന്നെ ഒരാഴ്ച. എല്ലാ നിലയ്ക്കും ജയന്തി ഒരുങ്ങി. വീടും പരിസരവും വൃത്തിയാക്കി. അതിലേറെ ശരീരം ഒരുക്കി നിർത്തി. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി ജയന്തി സംതൃപ്തിയോടെ ഉറങ്ങാൻ കിടന്നു. അതിരാവിലെ ഉണർന്ന ജയന്തി അടുക്കളയിൽ തകൃതിയായ പണിയിലാണ്. ഇന്ന് രാത്രി കഴിക്കാനുള്ളത് വരെ ഉണ്ടാക്കുകയാണവൾ. ചിലപ്പോൾ ഇന്നിനി അടുക്കളയിൽ കയറാനൊന്നും നേരം കിട്ടില്ല. അടുക്കളവാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ ചിങ്ങത്തിലെ ചാറ്റൽ മഴയാണ്. ഇന്നലെ രാത്രി മുഴുവനും ഇതേ മഴയായിരുന്നു. അന്തരീക്ഷം കറുത്തിരണ്ട് കിടക്കുകയാണ്. ഈ കാലാവസ്ഥ കണ്ട് ജയന്തിക്ക് സന്തോഷമാണ് ഉണ്ടായത്. പുറത്ത് മഴ പെയ്യുമ്പോൾ അകത്ത് താനും കുട്ടനും മാത്രം. 8 മണിയോടെ ജയന്തി പണിയെല്ലാം തീർത്ത് കുളിക്കാൻ കയറി. അതിനിടയ്ക്ക് എല്ലാ വിഭവങ്ങളും അവൾ റെഡിയാക്കിയിരുന്നു. രാവിലെ കഴിക്കാൻ നടുപൊങ്ങിയ പൂ പോലത്തെ ദോശയും വെജിറ്റബിൾ കുറുമയും, ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ സദ്യയും 2 തരം പായസവും. രാത്രിക്കലത്തേക്ക് തൽക്കാലം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. കറിയെല്ലാം ഉച്ചയ്ക്ക് കഴിച്ചാലും ബാക്കിയുണ്ടാവും. വേണേൽ അപ്പോൾ നോക്കാം. ബാത്റൂമിൽ കയറി നല്ല വാസന സോപ്പിട്ട് വൃത്തിയായി കുളിച്ചു. പുറത്തിറങ്ങി ഒരു സെറ്റ് സാരിയാണ് ജയന്തി ഉടുത്തത്. ഈ ഓണത്തിന് മിനിഞ്ഞാന്ന് പോയി വാങ്ങിയതാണ്. അടിവസ്ത്രങ്ങൾ ഉൾപ്പെടെ എല്ലാം അവൾ പുതിയത് തന്നെ ഇട്ടു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി ജയന്തി കോലായിൽ വന്നിരുന്നു. ഇപ്പോഴും ചാറ്റൽ മഴയുണ്ട്. കുട്ടൻ ഇപ്പോഴെത്തും. എയർപോർട്ടിൽ ഇറങ്ങി അവൻ വിളിച്ചിരുന്നു. മുന്നിൽ കാണുന്ന പാടം മുറിച്ച് കടന്നാൽ പെട്ടെന്ന് മെയിൻ റോഡിലെത്താം. പക്ഷേ അതിലൂടെ റോഡില്ല. വീട്ടിലേക്ക് കുറച്ച് ദൂരം ചുറ്റി വരണം. വീടിൻ്റെ ഒരു വശത്തൂടെ വരുന്ന റോഡിലേക്ക് നോക്കിയാണ് ജയന്തി ഇരിക്കുന്നത്.
അതിലൂടെയാണ് കുട്ടൻ വരിക. ഇവൻ എന്തേ ഇത്ര താമസിക്കുന്നതെന്ന് അക്ഷമയോടെ ജയന്തി ചിന്തിച്ചു. അവൻ പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞു. പിന്നെന്താണ് ഇവൻ വൈകുന്നത്? ചന്നം പിന്നം പെയ്യുന്ന മഴയും കണ്ടുകൊണ്ട് കോലായിലിരുന്ന ജയന്തിയെ അടിമുടി കോരിത്തരിപ്പിച്ചുകൊണ്ട് റോഡിലൂടെ ഒരു കാറ് മെല്ലെ വന്നു. ചാടി എണീറ്റ ജയന്തി ആർത്തിയോടെ തിണ്ണയിലേക്ക് ഇറങ്ങി നിന്നു. മുറ്റത്തേക്ക് കയറി വന്നത് പളപള മിന്നുന്ന കടും ചുവപ്പ് നിറത്തിലുള്ള ഒരു i20 കാറാണെന്ന് ജയന്തി കണ്ടു. സാധാരണ എയർപോർട്ടിൽ നിന്നും ടാക്സി പിടിച്ചാണ് അവൻ വരുന്നത്. ഇത് പുതിയൊരു പ്രൈവറ്റ് കാറാണ്. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നിറങ്ങിയ ശരത്തിനെ കണ്ട് ജയന്തി അമ്പരന്നു. ശരത്ത് ചാറ്റൽ മഴയിലൂടെ ഓടി വന്ന് തിണ്ണയിലേക്ക് കയറി. ജയന്തി നിറഞ്ഞ മനസ്സോടെ അവനെ നോക്കി നിന്നു. ഒരു കൊല്ലം കൊണ്ട് അവന് വലിയ മാറ്റമൊന്നുമില്ലെന്ന് ജയന്തിക്ക് തോന്നി. എന്നാൽ അമ്പരപ്പോടെയാണ് ശരത്ത് അമ്മായിയമ്മയെ നോക്കിയത്. ജയന്തിയുടെ മാറ്റം അവനെ അത്ഭുതപ്പെടുത്തി. പകുതി പ്രായം കുറഞ്ഞോന്ന് പോലും അവന് തോന്നി. നീലിമയുടെ അമ്മയാണെന്ന് പറഞ്ഞാൽ ഒരാളും ഇപ്പോൾ വിശ്വസിക്കില്ല. അത്ര മാറ്റം. കുട്ടാ, ശരത്തിൻ്റെ കയ്യിൽ പിടിച്ച് ജയന്തി അവൻ്റെ കണ്ണിലേക്ക് നോക്കി വിളിച്ചു. അമ്മ കാത്തിരുന്നു മുഷിഞ്ഞു. എത്ര നേരമായി കുട്ടാ ഞാൻ കാത്തിരിക്കുന്നു. എന്തേ വൈകി? ഒന്നും പറയണ്ടമ്മേ, ഒരു റെൻ്റ് കാരൻ അവിടുന്ന് വിളിച്ച് ബുക്ക് ചെയ്തതാ. എയർപോർട്ടിൽ നിന്ന് നേരെ അങ്ങോട്ടാ പോയത്. അവിടെ ചെന്നപ്പം വണ്ടി സർവീസിന് കയറ്റിയിരിക്കുന്നു. പിന്നെ അത് തീർന്ന് വണ്ടിയും എടുത്ത് വരുന്ന വരവാ. ടാക്സി വിളിച്ചല്ലേ കുട്ടാ നീ വരാറ്? ഇതെന്താ ഈ വണ്ടിയുമായി? നമുക്കൊന്ന് പുറത്തു പോണേൽ വണ്ടി വേണ്ടേ അമ്മേ? ജയന്തി കാമത്തീപ്പൊരി ചിതറുന്ന കണ്ണുകൾ കൊണ്ട് ശരത്തിനെ നോക്കി. അവൻ ആഘോഷിക്കാൻ തന്നെ വന്നതാണെന്ന് അവൾക്ക് മനസ്സിലായി. വാടാ കുട്ട, അകത്തേക്ക് വാ. ഞാൻ ആ ബാഗൊക്കെ ഒന്ന് എടുക്കട്ടെ അമ്മേ. ശരത്ത് ചെറിയ ചാറ്റൽ മഴയിലേക്ക് ഇറങ്ങി കാറിൻ്റെ ബാക്ക് ഡോർ തുറന്ന് വലിയ 2 ബാഗെടുത്ത് തിണ്ണയിലേക്ക് വെച്ചു. മുന്നിൽ നിന്നും ചെറിയൊരു ബാഗുമെടുത്ത് വണ്ടി പൂട്ടി അവനും തിണ്ണയിലേക്ക് കയറി. ജയന്തി വലിയൊരു ബാഗ് കയ്യിലെടുത്ത് അകത്തേക്ക് നടന്നു. 1 വർഷം കൊണ്ട് അമ്മയുടെ തുളുമ്പൽ കൂടിയിട്ടുണ്ടെന്ന് ശരത്തിന് തോന്നി. പിന്നഴക് നോക്കിക്കൊണ്ട് ബാഗുമെടുത്ത് അവനും അകത്തേക്ക് കയറി. അവൻ കയറിയതും ജയന്തി മുൻവാതിലടച്ച് കുറ്റിയിട്ടു. എൻ്റെ അമ്മേ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തൊരു മാറ്റം അമ്മയ്ക്ക്! ഇതെങ്ങനെ സാധിച്ചു? മുന്നിൽ വിരിഞ്ഞു നിൽക്കുന്ന മാംസവിഭവത്തിലേക്ക് ആർത്തിയോടെ നോക്കി ശരത്ത് ചോദിച്ചു. നീ തന്നെ ഇത് പറയണം. നീയല്ലേടാ കുട്ട എന്നോടെല്ലാം ചെയ്യാൻ പറഞ്ഞത്. അതെല്ലാം അതുപോലെ തന്നെ ഞാൻ ചെയ്തു. നീ പറഞ്ഞ വ്യായാമവും നീ പറഞ്ഞ ഭക്ഷണവും എല്ലാം. ജയന്തിക്ക് സന്തോഷമായി. തനിക്ക് മാറ്റമുണ്ടെന്ന് തോന്നിയതാണ്. അത് പറയേണ്ടവൻ പറഞ്ഞപ്പോൾ അവൾക്ക് തൃപ്തിയായി. ഏതായാലും നന്നായിട്ടുണ്ട്. നീ ഇരിക്കൂ കുട്ടാ, നിനക്ക് കുടിക്കാൻ എന്താടാ എടുക്കണ്ടേ? കുടിക്കാനൊക്കെ വേണം, കുറച്ച് കഴിയട്ടെ. അമ്മ ഇരിക്കൂ. എപ്പോൾ വേണേലും പറഞ്ഞോ കുട്ടാ, കുട്ടന് വേണ്ടത് അമ്മ കുടിക്കാൻ തരും. കൊഞ്ചുന്ന സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് ജയന്തി അവനെ ചേർന്നിരുന്നു. ഈ സാരി പുതിയതാ അമ്മേ? ഈ ഓണത്തിനെടുത്തതാടാ. സാരി മാത്രമല്ല, എല്ലാം പുതിയതാ. പുതിയത് തിരുവോണത്തിനെടുത്താൽ പോരായിരുന്നോ? എനിക്കിന്നാടാ തിരുവോണം. ഇന്ന് മാത്രമല്ല, നീ തിരിച്ചു പോകുന്നത് വരെ എന്നും എനിക്ക് തിരുവോണം. സാരമില്ല, അമ്മയ്ക്ക് തിരുവോണത്തിനെടുക്കാനുള്ളതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ജയന്തി കാമത്താൽ പിടയ്ക്കുന്ന കണ്ണുകൾ കൊണ്ട് ശരത്തിനെ നോക്കി. അമ്മയ്ക്ക് കാണണ്ടേ ഞാൻ എന്തൊക്കെയാ കൊണ്ടുവന്നേന്ന്? വേണ്ട, അതെന്താ? എനിക്കതല്ല കാണേണ്ടത്. പിന്നെ അമ്മയ്ക്ക് കാണേണ്ടത് കുട്ടനറിയില്ലേ? ഇനി അവൾക്ക് കാത്തിരിക്കാനാവില്ലായിരുന്നു. സെറ്റിയിലിരിക്കുന്ന ശരത്തിനെ അവൾ വലിച്ചെണീൽപ്പിച്ചു. വാടാ കുട്ട, അമ്മയ്ക്കിനി കാത്തിരിക്കാൻ വയ്യ. എനിക്കിപ്പോൾ വേണം. 1 കൊല്ലമായി കുട്ട കാത്തിരിക്കുന്നു. ഇനി വയ്യ. ജയന്തി അവനെ പിടിച്ചു വലിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി. ഉള്ളിൽ കയറി കതകടച്ച് ജയന്തി ആഘോഷത്തിനൊരുങ്ങി. ജയന്തിക്ക് ക്ഷമയില്ലായിരുന്നു. ശരത്തിനെയും പുണർന്നുകൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞു. 1 വർഷത്തെ കാത്തിരിപ്പ് ശരിക്കും അവർ ആഘോഷിച്ചു.
ഈ ശരത്തിൻ്റെയും ജയന്തിയുടെ ഓണാഘോഷം ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ വിശദമായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേൾക്കണമെന്നുള്ളവർ ടെലഗ്രാം ചാനലിൽ കയറി കാണുക. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലുണ്ടാകും. നടുപൊങ്ങിയ അപ്പവും വെജിറ്റബിൾ കുറുമയും കൂട്ടി പ്രാതൽ കഴിക്കുകയാണ് ശരത്ത്. നേരം 10 മണി കഴിഞ്ഞിട്ടുണ്ട്. പുറത്ത് കരുത്തിരുണ്ട അന്തരീക്ഷമാണ്. ചെറിയ ചാറ്റൽ മഴയുമുണ്ട്. മേല് കഴുകി നേർത്തൊരു നൈറ്റി മാത്രമിട്ട് ഒരു ഭാര്യയെപ്പോലെ ശരത്തിന് വിളമ്പിക്കൊടുത്ത് തീറ്റിക്കുകയാണ് ജയന്തി. ശരത്ത് ആസ്വദിച്ച് കഴിച്ചു. ജയന്തിയോട് അവൻ ഇരിക്കാൻ പറഞ്ഞിട്ടും അവൾ ഇരുന്നില്ല. ഗ്ലാസ്സിലേക്ക് ചായ ഒഴിച്ചു വെച്ച ജയന്തിയെ അവൻ വലിക്ക് തൻ്റെ തുടയിലേക്കിരുത്തി. ഒരപ്പം മുറിച്ച് കറിയിൽ മുക്കി ജയന്തിയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. ഇന്നാ ഇത് കഴിക്ക്, എത്ര പറഞ്ഞാലും കേൾക്കില്ല എന്ന് വെച്ചാ. ജയന്തി പുളഞ്ഞുകൊണ്ട് വാ തുറന്നു. വായിലേക്ക് വെച്ചു കൊടുത്ത അപ്പം അവൾ രുചിയോടെ തിന്നു. അവൾക്കാരും ഇതുവരെ വാരി കൊടുത്തിട്ടില്ല. മരുമോൻ അവൻ്റെ തുടയിലിരുത്തി വാരി കൊടുത്തപ്പോൾ ജയന്തിക്ക് മനസ്സ് നിറഞ്ഞ സന്തോഷം തോന്നി. ഞാൻ ഇതൊക്കെ ഒന്ന് അടുക്കളയിൽ കൊണ്ട് വെച്ചിട്ട് വരാട്ടോ കുട്ടാ. പാത്രങ്ങളെല്ലാം എടുത്ത് ജയന്തി അടുക്കളയിലേക്ക് നടന്നു. ഇറുകിയ നൈറ്റിയിൽ തെന്നിക്കയറി ഇറങ്ങുന്ന പിന്നഴകിലേക്ക് ശരത്ത് കൊതിയോടെ നോക്കി. അമ്മേ, നമുക്കിന്ന് ചെറിയൊരു പൂക്കളം ഇട്ടാലോ? ജയന്തി പുളഞ്ഞുകൊണ്ട് വെട്ടിത്തിരിഞ്ഞ് ശരത്തിനെ നോക്കി. അവളുടെ ദേഹം വിറച്ചു. പൂക്കളം, അതായിരുന്നല്ലോ എല്ലാറ്റിൻ്റെയും തുടക്കം. ഇടാടാ കുട്ടാ, അമ്മ ഈ പാത്രങ്ങളൊക്കെ കഴുകി വെക്കട്ടെ, എന്നിട്ട് നമുക്ക് പൂ പറിച്ചുകൊണ്ട് വരാം. പൂക്കളം ഇട്ട ശേഷം ഉറങ്ങാൻ കിടന്നു. ജയന്തി അവനെ വിളിച്ചുണർത്തി. കുട്ടാ, എണീക്കടാ പൊന്നെ, ദേ നേരം ഇരുട്ടി, മതി ഉറങ്ങിയത്. ശരത്ത് കണ്ണു തുറന്നു നോക്കിയത് ജയന്തിയുടെ സുന്ദരമായ മുഖത്തേക്കാണ്. നേരം കുറേ ആയോ അമ്മേ? പിന്നെ ഇരുട്ടിയടാ കുട്ടാ, നീ എണീക്ക്. നമുക്കൊന്ന് പുറത്തു പോയി വന്നാലോ അമ്മേ? പുറത്തോ? എവിടെ? എവിടെയുമില്ല, കാറിൽ കയറി ഒന്ന് കറങ്ങി വരാം. ജയന്തി സന്തോഷത്തോടെ തലയാട്ടി. അതൊക്കെ അവൾക്കിഷ്ടമുള്ള കാര്യമാണ്. ശരത്തിൻ്റെ ഒപ്പമാകുമ്പോൾ ഇരട്ടി സന്തോഷം. എന്നാ ഫ്രഷായി വന്ന അമ്മ ഡ്രസ്സ് മാറ്റ്, ഇപ്പം തന്നെ പോയേക്കാം. 5 മിനിറ്റ് കൊണ്ട് അവൾ തിരിച്ചു വന്നു. അലമാര തുറന്ന് ജയന്തി സാരി തപ്പി. അമ്മേ, അമ്മയ്ക്കുടുക്കാനുള്ള സാരി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ശരത്ത് ബാഗിൽ നിന്നും മനോഹരമായ ചുവന്ന നിറത്തിലുള്ള ഒരു സാരി എടുത്തു. ഇതിന് പറ്റിയ ബ്ലൗസ് അമ്മയുടെ അടുത്തുണ്ടോ? നോക്കട്ടെ കുട്ടാ. ജയന്തി അലമാരയിൽ ബ്ലൗസ് തിരഞ്ഞു. ആ പിന്നഴക് കണ്ട് ശരത്തിന് വീണ്ടും കൊതി തോന്നിയെങ്കിലും തൽക്കാലം അടങ്ങി. ഇത് മതിയല്ലേടാ കുട്ടാ? സാരിക്ക് മാച്ച് ചെയ്യുന്ന ഒരു ബ്ലൗസ് നിവർത്തിപ്പിടിച്ച് ജയന്തി ചോദിച്ചു. ബ്ലൗസും അടിപ്പാവാടയും ഇട്ടുകൊടുത്ത് സാരി ഉടുപ്പിച്ചതും ശരത്ത് തന്നെയാണ്. ഭംഗിയായി സാരി ഉടുപ്പിക്കാനൊക്കെ അവനറിയാം. മുടി ചീകി കെട്ടിയും മുഖത്ത് മേക്കപ്പിട്ട് കൊടുത്തും അവൻ ജയന്തിയെ ഒരിടിവെട്ട് ചരക്കാക്കി. അവനും വേഗം ബാത്റൂമിൽ പോയി വന്ന് വേഷം മാറി. ഒരു മുണ്ടും ഷർട്ടുമാണ് അവൻ ധരിച്ചത്. കണ്ണാടിയിൽ നോക്കിയ ജയന്തിക്ക് തന്നെ കണ്ട് കൊതി തോന്നി. സാരിയൊക്കെ ഭംഗിയായി ഉടുത്തിട്ടുണ്ട്, പക്ഷേ താഴ്ത്തിയാണ് ഉടുത്തിരിക്കുന്നത്. കുട്ടാ, സാരി ഇത്ര താഴ്ത്തി ഉടുക്കണോ? പോകുന്ന വഴിക്ക് ആരേലും? ആര്? നമ്മളതിന് കാറിൽ നിന്ന് ഇറങ്ങുന്നില്ല അമ്മേ, വെറുതെ ഒന്ന് കറങ്ങി വരാം. പിന്നെ ഞാൻ മനഃപൂർവ്വം സാരി താഴ്ത്തി ഉടുത്തതാ അമ്മേ. അവിടെ കെട്ടാൻ വേറൊരു സാധനമുണ്ട്. ശരത്ത് അവൻ്റെ പാസ്പോർട്ടും മറ്റ് വിലപ്പെട്ട രേഖകളും വെച്ച ചെറിയ ബാഗ് തുറന്ന് ഒരു ബോക്സ് എടുത്തു. അതിൽ നിന്ന് പുറത്തെടുത്തത് സ്വർണത്തിൻ്റെ ഒരരഞ്ഞാണമാണെന്ന് മിഴി നിറഞ്ഞ കണ്ണുകളോടെ ജയന്തി കണ്ടു. ശരത്ത് നിലത്തേക്കിരുന്ന് ജയന്തിയുടെ അരക്കെട്ടിൽ അരഞ്ഞാണം കെട്ടിക്കൊടുത്തു. നീളത്തിലുള്ള സ്വർണ്ണമാലയിൽ ഇടയ്ക്കിടയ്ക്ക് താഴോട്ട് തൂങ്ങിക്കിടക്കുന്ന ചെറിയ മുത്തുകളുള്ള ആ സ്വർണ്ണ അരഞ്ഞാണം ജയന്തിയുടെ വെളുത്ത അരക്കെട്ടിൽ പറ്റിക്കിടന്നു. ഇതിനാ ഞാൻ സാരി താഴ്ത്തി ഉടുത്തത്, ഇപ്പം മനസ്സിലായോ എൻ്റെ സുന്ദരിക്ക്? അതിൻ്റെ ഭംഗി ആസ്വദിച്ച് ശരത്ത് പറഞ്ഞു. ജയന്തി സന്തോഷം കൊണ്ട് മതി മറന്നിരുന്നു. ഈ വിലപ്പെട്ട സമ്മാനം അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. എന്തിനാ കുട്ടാ ഇതൊക്കെ വാങ്ങിയേ? അവൻ്റെ കണ്ണിലേക്ക് നോക്കി ജയന്തി ചോദിച്ചു. എനിക്ക് തോന്നി എൻ്റെ അമ്മയുടെ അരക്കെട്ടിൽ ഒരു സ്വർണ്ണ അരഞ്ഞാണം വേണമെന്ന് എന്നോ ഞാൻ ആഗ്രഹിച്ചതാണ്. പിന്നെ ഞാനൊരു വലിയ ജ്വല്ലറിയുടെ മാനേജറല്ലേ അമ്മേ.
ഇതെങ്കിലും ഞാൻ അമ്മയ്ക്ക് തരണ്ടേ? ജയന്തി മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിച്ചു. മരുമോൻ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. രണ്ടാളും വാതിൽ പൂട്ടിയിറങ്ങി കാറിൽ കയറി. ചെറിയ ചാറ്റൽ മഴ ഇപ്പോഴുമുണ്ട്. ശരത്ത് മുറ്റത്തിട്ട് കാർ തിരിച്ച് മുന്നോട്ടെടുത്തു. ജയന്തിക്ക് വലിയ സന്തോഷമായി. കാറിലൊക്കെ യാത്ര ചെയ്തിട്ട് ഒത്തിരി കാലമായി. വയലിനെ ചുറ്റി ചെമ്മൺ പാതയിലൂടെ കുറച്ചു ദൂരം ഓടിയ കാർ മെയിൻ റോഡിലേക്ക് കയറി. വലിയ തിരക്കൊന്നുമില്ലാത്ത റോഡാണ്. ഇപ്പോൾ ഇരുട്ട് വീണ സമയവും മഴച്ചാറ്റലുമാണ്. അതുകൊണ്ട് റോഡിലൊന്നും ഒറ്റ വണ്ടിയില്ല. നമുക്ക് പുറത്തു നിന്ന് എന്തെങ്കിലും കഴിക്കണോ അമ്മേ? പതിയെ ഡ്രൈവ് ചെയ്തുകൊണ്ട് ശരത്ത് ചോദിച്ചു. വേണോടാ, രാത്രി കഴിക്കാനുള്ളതൊക്കെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് കുട്ടാ. തമാശകൾ പറഞ്ഞും കഥകൾ പറഞ്ഞും ശരീരത്തെ വർണ്ണിച്ചും അവരാ ചാറ്റൽ മഴയത്ത് കുറേ ദൂരം പോയി. ഈ യാത്ര ജയന്തിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അമ്മേ, കുറേ ദൂരം പോന്നു, തിരിച്ചാലോ? തിരിച്ചോ കുട്ടാ, എന്നിട്ട് വേഗം വിട്. ശരത്ത് വണ്ടി തിരിച്ച് വീട്ടിലേക്ക് വിട്ടു. എന്തേലുമൊക്കെ വാങ്ങായിരുന്നു അമ്മേ. ആദ്യമായി അമ്മയും കൊണ്ട് പുറത്തു പോന്നിട്ട് ഒന്നും വാങ്ങാതെ പോന്ന എനിക്കല്ലേ അതിൻ്റെ മോശം? വണ്ടി ഓടിക്കുന്നതിനിടയിൽ ശരത്ത് ചോദിച്ചു. എന്ത് വാങ്ങാൻ? ഒന്നും വേണ്ട, എനിക്കിവനെയാണ് വേണ്ടത്, ഇവനെ മാത്രം. ശരത്ത് വേഗത്തിൽ വണ്ടി വിട്ടു. മെയിൻ റോഡിൽ നിന്നും വീട്ടിലേക്കുള്ള ചെമ്മൺ പാതയിലേക്ക് വണ്ടി തിരിഞ്ഞതും ജയന്തി സാരി പിന്നഴിച്ച് താഴ്ത്തിയിട്ടു. വണ്ടി മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ശരത്തിനെ നോക്കി ചിരിച്ചുകൊണ്ട് ജയന്തി കണ്ണിറുക്കി. ആ ചിരിയുടെ അർത്ഥം ശരത്തിന് നന്നായി മനസ്സിലായിരുന്നു. നേരെ 8:30 ആയിട്ടേ ഉള്ളൂ. ചാറ്റൽ മഴ നിർത്താതെ പെയ്യുകയാണ്. വലിയ ശക്തിയില്ലെങ്കിലും ഉച്ച മുതൽ നിർത്താതെ മഴ പെയ്യുന്നത് കൊണ്ട് അന്തരീക്ഷത്തിൽ നല്ല തണുപ്പാണ്. കാറ് വീട്ടിലെത്തി പോർച്ചിൽ നിർത്തിയതും ജയന്തി ശരത്തിനെയും പിടിച്ച് വലിച്ച് അകത്തേക്ക് കയറി. ഓണാഘോഷ പരിപാടിയുടെ 2ാം ഘട്ടത്തിന് തിരശ്ശീല ഉയരുകയായിരുന്നു അവിടെ. ലീവ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് ശരത്ത് ജയന്തിക്ക് ഒരു വലിയ ബാഗ് കൂടി സമ്മാനമായി നൽകി. ധാരാളം ഡ്രസ്സുകൾ, വിദേശ നിർമ്മിത സോപ്പുകൾ, സ്പ്രേ, പൗഡർ, മേക്കപ്പ് കിറ്റ്, ഒരു വലിയ ബാഗ് നിറച്ചും ജയന്തിക്കുള്ള സമ്മാനങ്ങളായിരുന്നു. എല്ലാം കൂടെ കണ്ട് ജയന്തിയുടെ കണ്ണ് മഞ്ഞളിച്ചു. അവർ അവധിക്ക് വരുമ്പോഴൊക്കെ സാധനങ്ങൾ കൊണ്ടുവരാറുണ്ട്. എന്നാൽ ഇതങ്ങനെയല്ല. ഇത് ജയന്തിക്കുള്ള ശരത്തിൻ്റെ സ്പെഷ്യൽ സമ്മാനമാണ്. ഇഷ്ടപ്പെട്ടോ അമ്മേ? ഇതെല്ലാം എൻ്റെ അമ്മയ്ക്കായി കൊണ്ടുവന്നതാ. ഇതൊന്നും വേണ്ടായിരുന്നു കുട്ടാ. എന്തിനാ അമ്മയ്ക്കിതൊക്കെ? ഇതുപോലും കുറഞ്ഞു എന്നാ എനിക്ക്. ഒരു പ്രത്യേക സമ്മാനം കൂടി ജയന്തിക്ക് നൽകി ശരത്ത് പറഞ്ഞു. ഇതെന്താണെന്നറിയാവോ? അതെന്താണെന്നൊക്കെ ജയന്തിക്കറിയാം. എന്തിനാ കണ്ണാ എനിക്കിതൊക്കെ? ആരെ കാണിക്കാൻ? എനിക്ക് കാണാൻ. ഞാൻ വീഡിയോ കോൾ ചെയ്യുമ്പോഴൊക്കെ ഇതിട്ട് അമ്മ എനിക്ക് കാണിച്ചു തരണം. ശേഷം യാത്ര പറഞ്ഞിറങ്ങിയ ശരത്തിനെ സന്തോഷവും ഒപ്പം സങ്കടവും നിറഞ്ഞ മാനസികാവസ്ഥയിൽ വാരിപ്പുണർന്ന് ജയന്തി മരുമോനെ യാത്രയാക്കി. വീണ്ടും അടുത്ത ഓണത്തിന് കൂടാം എന്ന പ്രതീക്ഷയോടെ. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് നമ്മുടെ ജയന്തിയുടെയും ശരത്തിൻ്റെയും സ്റ്റോറി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഈ സ്റ്റോറിയിൽ ഇഷ്ടപ്പെട്ടതെന്നും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കൊരു അടിപൊളി സ്റ്റോറിയായിട്ട് ഉടനെ കാണാം. വിത്ത് ലവ്, അലീന.